നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് രാത്രി സമയം അരമണിക്കൂർ ലോഡ് ഷെഡിംഗിന് തീരുമാനം. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയാണ് നിയന്ത്രണം ഉണ്ടാവുക. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അന്തിമ തീരുമാനം നാളെയെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗം തീരുമാനമെടുത്തത്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയാണ് നിയന്ത്രണം. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ദിവസവും വിലയിരുത്തണം. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ 12 വരെ പൂർണ്ണമായി ഒഴിവാക്കണം. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഇപ്പോഴും നേരത്തെ ലോഡ് ഷെഡിംഗ് ഇല്ല, ഒരു നിയന്ത്രണമേ ഉള്ളൂ. അതും ഒഴിവാകുന്നതാണ് പ്രതീക്ഷ. ഒരു കാലത്തും ഉണ്ടാകാത്ത ഉഷ്ണതരംഗമല്ലേ ഉണ്ടായിരിക്കണേ, ഇത് നിങ്ങളറിയില്ലേ? അതുണ്ടായതിന് എന്താ ചെയ്യാൻ പറ്റുക? നിയന്ത്രണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു എത്തിയത്. അതിനുശേഷമാണ് മഴ പെയ്തത്. അതുപോലെ 250 മെഗാവാട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതനുസരിച്ച് നാളെ ഇവർ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്കും. ചൂട് അതികഠിനമായി തുടരുന്നതിനിടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധനവുണ്ടായി. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നാണ് കണ്ടെത്തിയത്. വൈദ്യുതി വാങ്ങുന്നതിലേക്കായി 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KSEB കണ്ടെത്തി. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 10 രൂപയിൽ താഴെ നിരക്കിൽ ഇവരിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാനാകുമോ എന്നതാണ് പരിശോധിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 150 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നും KSEB പ്രതീക്ഷിക്കുന്നു. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് KSEB. 24 തിരുവനന്തപുരം. മലപ്പുറത്തുനിന്നൊരു വാർത്ത വരുന്നുണ്ട്. അങ്ങാടിപ്പുറത്ത് കർഷകനെ വൈദ്യുതി വേലിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടിക്കുന്ന് സ്വദേശി അസീസ് KK മരിച്ചത്. പന്നിയെ തുരത്താൻ വെച്ച വൈദ്യുതി വേലിയിൽ തട്ടി ഷോക്കേറ്റത് എന്ന് സംശയം. സമീപത്ത് പന്നിയുടെ ജഡവുമുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറത്തു നിന്നുള്ള വാർത്ത. കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ പെയ്തു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിയും മിന്നലും. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. തൃശൂരിൽ കളിക്കുന്നതിനിടെ 4 കുട്ടികൾക്ക് മിന്നലേറ്റു. നെയ്യാറ്റിൻകരയിലും കോതമംഗലത്തും കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. മറ്റന്നാൾ മുതൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിനും ചൂടിനും പരിഹാരമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴ പെയ്തു. തിരുവനന്തപുരം നഗരത്തിലും കൊച്ചിയിലും പത്തനംതിട്ടയിലും മഴ ലഭിച്ചു. മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് ഒരു മരണം സംഭവിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പുത്തൻകാവ് പള്ളി ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനെത്തിയ ആസിഫ് അഷ്റഫാണ് മരിച്ചത്. തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് 4 കുട്ടികൾക്ക് പൊള്ളലേറ്റു. നെയ്യാറ്റിൻകരയിൽ വീടിന് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ നശിച്ചു. കോതമംഗലം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയുടെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് പാളി അടർന്നു വീണു. കോന്നി താലൂക്ക് ആശുപത്രി റോഡിൽ മണ്ണൊലിപ്പുണ്ടായി നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. കൊല്ലത്ത് മണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ആലിപ്പഴം വീഴ്ചയുണ്ടായി. ആലിപ്പഴം വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. വ്യാഴാഴ്ച മുതൽ മെയ് 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രതിചക്രവാതത്തിന്റെ സ്വാധീനം ചൂട് കുറയ്ക്കും. അൾട്രാവയലറ്റ് സൂചിക കുറയുന്നത് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിൽ 39.3 ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് 37.6 ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് 37.9 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്ന് രേഖപ്പെടുത്തിയ താപനില. കൊല്ലം പോരുവഴിയിൽ 10 വയസ്സുകാരന് സൂര്യതപമേറ്റു. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കുന്നതിനിടെ യുവാവിന് സൂര്യാതപമേറ്റു. പത്തനംതിട്ട കോന്നിയിൽ 64-കാരനും സൂര്യാതപമേറ്റിരുന്നു. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി ചർച്ചകളിൽ പരസ്യ പ്രസ്താവന KPCC നേതൃത്വം വിലക്കിയിട്ടും നേതാക്കൾക്കായി കോൺഗ്രസിൽ ഫ്ലക്സ് പോര് തുടരുകയാണ്. VD സതീഷിനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് ഫ്ലക്സ് ബോർഡ് ഉയർന്നു. മലപ്പുറത്തിന് പിന്നാലെ കോഴിക്കോട് DCC ഓഫീസിന് സമീപത്തും VD സതീഷിനായി ഫ്ലക്സ്. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റൻ എന്ന ഫ്ലക്സിൽ. എറണാകുളം DCC ഓഫീസിന് എതിർവശത്ത് VD സതീഷിനെ എതിർത്തും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ഇതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നതിനിടയിലാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം ചർച്ചയാകുന്നത്. മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. UDF അധികാരത്തിൽ വന്നാൽ VD സതീശന് മുഖ്യമന്ത്രിയാകണമെന്ന മുസ്ലിം യോഗത്തിലെ ചർച്ചകളെ വിമർശിച്ച് CPM നേതാവ് AK ബാലൻ രംഗത്ത് വന്നു. ലീഗിലെ ചർച്ചകൾക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് AK ബാലന്റെ വിമർശനം. 3 പേരല്ല ഉള്ളത്, ഇപ്പം 4 പേരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന വൃത്തികേടെന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി ചർച്ച കൊടുക്കുന്നതിനിടെ വി ഡി സതീശിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തവനൂർ മണ്ഡലത്തിലെ തിപ്രങ്ങോട് പെരിന്തലൂർ ഭാഗത്താണ് സതീശിനെ അനുകൂലിക്കുന്ന ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തവനൂർ പാറപ്പുറത്തും സതീശിനെ അനുകൂലിച്ച് ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു. സതീശിന്റെ തട്ടകമായ എറണാകുളത്താണ് അദ്ദേഹത്തെ എതിർക്കുന്നതും രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്നതുമായ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. എറണാകുളം DCC ഓഫീസിന് എതിർവശത്താണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. വി ഡി സതീശൻ PR പണി നിർത്തണമെന്നാണ് ഫ്ലക്സിലെ വാചകം. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കണ്ണൂർ അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ MK റാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഇതര സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ റാമിനായി പോലീസ് തിരച്ചിൽ നടക്കുമ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. നേരത്തെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു റാമിന്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, നിതിൻ രാജുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള മുൻവൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. തനിക്കെതിരെയുള്ള കേസ് അടിസ്ഥാനരഹിതമാണ്. താൻ ഈ നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പരാതി ഒരിടത്തും കാണുന്നില്ല. അതോടൊപ്പം തന്നെ ജാതീയ SC/ST വകുപ്പ് തനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ വകുപ്പ് നിലനിൽക്കില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. താൻ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അധ്യാപകനാണ്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അധ്യാപകരൊക്കെ കേരളത്തിൽ നിന്നുള്ളവരാണ്. താൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ല. ചില ആളുകൾ തന്നെ 10 കോടി രൂപ പോലും ആവശ്യപ്പെട്ട് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഹർജി അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കുന്ന നിലവിൽ വെക്കേഷനിലാണ് കോടതിയുള്ളത്. അടുത്ത ദിവസം തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സെഷൻസ് കോടതി ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് റാം ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. വിഷ്ണു സുരേഷ്, കൊച്ചിയിൽ നിന്ന്. 17 ദിവസമായിട്ടും ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പിടികൂടാത്തത് ചൂണ്ടിക്കാട്ടി പോലീസിനെതിരെ RL നിതിൻ രാജിന്റെ മാതാപിതാക്കൾ. മകന് നീതി ലഭിച്ചില്ലെന്ന് വൈകാരികമായി നിതിൻ രാജിന്റെ കുടുംബം പ്രതികരിച്ചു. അതേസമയം റാമിനെ തേടി ഇതര സംസ്ഥാനങ്ങളിൽ കേരള പോലീസിന്റെ റെയ്ഡ് തുടരുകയാണ്. നിതിൻ രാജിന്റെ മരണശേഷം 17 ദിവസമായി ഡോക്ടർ MK റാം ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. എന്നാൽ റാമിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്ന ആരോപണവുമായി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തുണ്ട്. നീതി വേണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് കുടുംബം. അതെ, ഞങ്ങളുടെ വാദം ആരും കേൾക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ CCTV വിഷ്വൽസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ചെറിയ ഫോണിൽ CCTV വിഷ്വൽസിൽ പിന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കുറച്ച് വിഷ്വൽസ് അല്ലാതെ വേറെ ഒന്നും ഹാജരാക്കിയില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് വേറൊരു പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്. അത് ഞങ്ങളുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന ആ ഒരു പദമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞങ്ങളുടെ കയ്യിലില്ല, വേറൊരു ഉദ്യോഗസ്ഥൻ്റെ. അത് എന്ത് ന്യായമാണ്? നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ മോൻ പോയി, പക്ഷേ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനായി എനിക്ക് ആരുടെയും പറയണ്ട. അതേസമയം റാമിനെ തേടി പോലീസിന്റെ വ്യാപക പരിശോധന. ആന്ധ്രയിലും കർണാടകയിലും ഉൾപ്പെടെ 16 കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കേസിൽ ഒന്നാം പ്രതിയാണ് റാം. രണ്ടാം പ്രതി സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കണ്ണൂർ ACP R ഹരിപ്രസാദിന് മുന്നിൽ ഹാജരായി മൊഴി നൽകി. 24 കണ്ണൂർ. ഹർത്താലിൽ വലഞ്ഞ ജനം. BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പ്രതിഷേധം വിരമ്പി. നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 12 മണിക്കൂർ ഹർത്താൽ. കൊന്നു തള്ളിയവനെ നിങ്ങൾക്ക് ആർക്കും തിരിച്ചു തരാൻ പറ്റുമോ? പറ്റുമോ? കൊന്നു തള്ളിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? തരാൻ പറ്റുമോ? ആരാ വരുന്നതെന്ന് പറ. പോലീസ് പറയുന്നത് നിങ്ങളെ ആര് വിളിച്ചു? നിങ്ങൾക്ക് എന്തുവാ ഇവിടെ കാര്യമെന്ന്? ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നു തള്ളിയവൻ ആരോ അവനെ ഞങ്ങൾക്ക് കാണണം. അവനെ തുറങ്ങിലടക്കണം. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ RL നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പ്രതിഷേധമിരമ്പി. ജാതി അധിക്ഷേപം നേരിട്ട നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 12 മണിക്കൂർ ഹർത്താൽ. ഭരണപക്ഷവും പ്രതിപക്ഷവും കൈയ്യഴിയുന്ന ഒരു ജനതയായതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരിട്ട് ഹർത്താൽ നടത്തേണ്ടി വരുന്നത്. ആക്ഷൻ കൗൺസിൽ
വാഹനം തടയില്ലെന്നോ അല്ലെങ്കിൽ കടകൾ അടപ്പിക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായി സമരക്കാർ KSRTC ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞു. മിക്കയിടത്തും വാഹനങ്ങൾ പിന്നീട് കടത്തിവിട്ടു. ദീർഘദൂര യാത്രക്കാരും രോഗികളുമാണ് ഹർത്താലിൽ ഏറെ വലഞ്ഞത്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ, ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തതാ കണ്ടോ. പലയിടത്തും സമരക്കാർ കടകളും ബാങ്കുകളും അടപ്പിച്ചു. കുണ്ടറ മുളവനയിൽ ബെബ്കോ ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് തടഞ്ഞ് സമരാനുകൂലികൾ RT ഓഫീസിൽ പ്രതിഷേധിച്ചു. കിളിമാനൂർ രാജധാനി കോളേജിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ റോഡിൽ കുടുങ്ങി. ഹർത്താലിലെ അതിക്രമങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. 29 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും 100ഓളം പേരെ അറസ്റ്റ് ചെയ്തെന്നും സംസ്ഥാന പോലീസ് മേധാവി കോടതിയെ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. വില വർദ്ധിപ്പിക്കേണ്ട വിപണി സാഹചര്യം നിലവിലില്ല. തെറ്റായ റിപ്പോർട്ടുകളിൽ വിശ്വസിക്കരുത്, ഔദ്യോഗിക വിവരങ്ങളെ മാത്രം വിശ്വസിക്കണമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. അതിനിടെ ബംഗാളിലെ നാളത്തെ വോട്ടെടുപ്പിന് ശേഷം രാജ്യത്ത് വിലക്കയറ്റമുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ ലഭിച്ച ലാഭം ജനങ്ങൾക്ക് നൽകാതിരുന്ന കേന്ദ്ര സർക്കാർ വില വർധനവിന്റെ ഭാരം സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കുറിച്ചു. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 142 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. പ്രചാരണ കാലത്ത് കണ്ട അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ നോർത്ത് 24 പർഗാനസിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ IPS ഉദ്യോഗസ്ഥൻ അജയ് പാൽ ശർമ്മയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസ് നിരീക്ഷകനായി നിയോഗിച്ചു. ബുദ്ധിമോശം കാണിച്ചാൽ താൻ വേണ്ടത് ചെയ്യുമെന്ന് തൃണമൂൽ സ്ഥാനാർത്ഥിക്ക് അജയ് പാൽ മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോ പ്രചരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരക്ഷയുടെ പേരിൽ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് തൃണമൂൽ ആരോപിച്ചു. സംസ്ഥാനത്ത് 1500-ലേറെ പേരെ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2400 കമ്പനി കേന്ദ്ര സേനയെ സുരക്ഷയ്ക്ക് നിയോഗിച്ചു. ഇന്നലെ വിവിധയിടങ്ങളിൽ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷങ്ങൾക്കിടെ കാലിന് വെടിയേറ്റ CASF ഉദ്യോഗസ്ഥൻ സുഖം പ്രാപിക്കുന്നു. കൊൽക്കത്തയടക്കം തൃണമൂൽ കോൺഗ്രസിന് ശക്തിയുള്ള മേഖലകളിലാണ് രണ്ടാം ഘട്ടം വോട്ടെടുപ്പ്. കൊൽക്കത്തയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിൽ നിന്നും ഒപ്പക് പ്ലക്സിൽ നിന്നും പിൻവാറി UAE. മെയ് 1 മുതൽ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനം. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് നീക്കം. ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യവും വിപണിയുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളും കണക്കിലെടുത്താണ് UAEയുടെ പെട്ടെന്നുള്ള തീരുമാനം. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഒപെക് പ്ലസ് എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് UAE ഊർജ്ജമന്ത്രി സുഹൈൽ അൽ മസ്റൂയി എക്സിൽ കുറിച്ചു. UAEയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഉത്തരവാദിത്വമുള്ള സുരക്ഷിതമായ നിലപാടുകൾ കൈക്കൊണ്ട് ആഗോള വിപണിയുടെ സ്ഥിരതയ്ക്കായി നിലകൊള്ളുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഹോർമുസിലും അറേബ്യൻ ഗൾഫിലും എണ്ണ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ എണ്ണയുൽപാദന മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനാണ് ഒപെക് വിടുന്നതെന്ന് UAE ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സ്വതന്ത്രമായ ഉത്പാദനവും വിതരണവും നേരത്തെ തന്നെ UAE ലക്ഷ്യമിട്ടിരുന്നു. സ്ഥാപക അംഗമായ ഇറാൻ ഉൾപ്പെടെ 12 രാജ്യങ്ങളാണ് ഒപെക്കിലുള്ളത്. അബുദാബി എമിറേറ്റ് 1967 മുതൽ ഒപെക്കിന്റെ ഭാഗമായിരുന്നു. പിന്നീട് UAE രൂപീകരിച്ചപ്പോൾ മുതൽ കൂട്ടായ്മ അംഗമാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിശാല കൂട്ടായ്മയാണ് ഒപെക് പ്ലസ്. നാളെ വിയന്നയിൽ നിർണായക ഒപെക് യോഗം നടക്കാനിരിക്കെയാണ് എണ്ണ മേഖലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള UAEയുടെ പിന്മാറ്റം. 24 ദുബായ്. മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് സമ്മതിച്ച് ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസ് പ്രതി സജി. സഹോദരന്റെ മാനസിക പീഡനവും പിതൃത്വം ചോദ്യം ചെയ്തതുമാണ് പകയ്ക്ക് കാരണമെന്ന് സജി പോലീസിനോട് പറഞ്ഞു. ഒളിവിൽ കഴിഞ്ഞിരുന്ന സജിയെ നാട്ടുകാരും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് ഒളിവിൽ പോയ സജി വീടിന് സമീപത്തെ മലമുകളിൽ കഴിയുകയായിരുന്നു. പോലീസിന്റെയും നാട്ടുകാരുടെയും പരിശോധനകളെല്ലാം സജി കൃത്യമായി മനസ്സിലാക്കി. ഒടുവിൽ പിടിയിലാകുമെന്ന് ഉറപ്പിച്ചതോടെ മലയിറങ്ങി. രാവിലെ മുതൽ തന്നെ പോലീസും നാട്ടുകാരും ഡ്രോൺ ഉപയോഗിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടായിരുന്നു.
ആ തെരച്ചിലിന് ശേഷം പോലീസ് എല്ലാം താഴെ ഭാഗത്തേക്ക് റോഡ് ഭാഗത്തേക്ക് വന്ന സമയത്ത് തന്നെ പ്രതി മലയിൽ നിന്ന് ഇറങ്ങി വരികയും അവിടെ ഒരു കടയിൽ വന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പോലീസ് വന്ന് അദ്ദേഹത്തെ പിടികൂടുകയാണ് ചെയ്തത്. മാതാവ് മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് സജി പോലീസിന് നൽകിയ മൊഴി. പ്രതി 2 പേരെ കൊന്നതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി തെളിവെടുപ്പുണ്ട്. എനിക്കിപ്പം തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ സാർ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലേക്ക് ട്രയൽ വരാനുള്ളതാണ്. 2018 കാണാതായ സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും പോലീസ് പുനരന്വേഷണം നടത്തും. 24 ഇടുക്കി. കേരളത്തിലെ പ്രമുഖ ബിൽഡറായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രീമിയം ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ് പ്രൊജക്ടായ കോൺഫിഡന്റ് ലെഗസിയുടെ ഭൂമി പൂജ നടന്നു. വൈറ്റില NH ബൈപ്പാസിലാണ് കോൺഫിഡന്റ് ലെഗസി ഉയരുന്നത്. ഭൂമി പൂജാ ചടങ്ങ് കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ്, പ്രൊജക്ട് ഡയറക്ടർ ജോസ് ജെ തുളുവത്ത്, ഭൂമിയുടെ ഉടമകൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഓപ്പൺ ജിം, 2 ഗോൾഫ് പുട്ടിംഗ് ഗ്രീൻസ്, അത്യാധുനിക ബിസിനസ് സെന്റർ തുടങ്ങിയവയെല്ലാം ലെഗസിയുടെ പ്രത്യേകതകളാണ്. ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയുടെ തുടക്കമാണ് ഇത് നടക്കുന്നത്. എല്ലാം ദൈവ കൃപയിൽ എല്ലാം നടക്കും, എല്ലാം മുന്നോട്ട് പോകും എന്നുള്ള പൂർണ്ണ വിശ്വാസം. ഇവിടെ ഈ പ്രോജക്റ്റ് കൺസീവായിട്ട് ഏകദേശം 4 വർഷത്തോളമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.